അങ്ങനെ തിരുനാൾ അങ്ങോട്ട് വന്നു. നമ്മുടെ ജീവിതത്തിലെ കുറേ സന്തോഷം നിറഞ്ഞ ദിനങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുക നമ്മൾ സന്തോഷത്തോടു കൂടെ ആയിരിക്കാനാണ് തമ്പുരാൻ ആഗ്രഹിക്കുക. ഞാൻ ബൈബിളിലെ വചനങ്ങളൊക്കെ ഇപ്പം നമുക്ക് മൊബൈലിൽ കിട്ടും. അപ്പോൾ ഏത് വേണമെങ്കിൽ പെട്ടെന്ന് കിട്ടും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 15-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്നത്. ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. മരിച്ചല്ലോ. യേശുക്രിസ്തു മരിച്ചത് എന്തിനാണ് എന്ന് ഉത്തരം ഇരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പിന്നെ ഒന്നും വേണ്ട. ഇത് കുടുംബ സംഗമമാണ്. ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് കുടുംബമായിട്ടാണ്. അങ്ങനെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ജീവിച്ചോ എന്നല്ല പറഞ്ഞേ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അങ്ങനെയായിരുന്നു മനുഷ്യൻ. മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ആകുലതകള്, ഉത്കണ്ഠകള്, ടെൻഷൻ, അസ്വസ്ഥത, അസൂയ, സ്വാർത്ഥത, ഇതൊന്നും മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. നല്ല മനുഷ്യനായിരുന്നു. കാരണം പർദീസായിലെ ദൈവം കൂടെ ഉണ്ടായിരുന്നു. എന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നുവോ അന്ന് തൊട്ട് കുടുംബം അസ്വസ്ഥമായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദം ഹവ്വയുടെ കുടുംബത്തിലെ പ്രശ്നം എപ്പോഴുണ്ടായത്? നിങ്ങൾ ആദം ഹവ്വയുടെ മാത്രമേ ആലോചിക്കാവോ? നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കോട്ടെ. ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാൻ തോന്നും, പക്ഷെ ചിന്തിക്കണ്ട. അങ്ങനെ പറയാറില്ല, ഞാൻ അങ്ങനെ പറയണം. നിങ്ങൾ കല്യാണം കഴിച്ച് വരുന്ന വരവെന്തായിരുന്നു? എന്താ തുള്ളിച്ചാടി സന്തോഷത്തിൽ. പിന്നെ എന്തപ്പുണ്ടായത്? ആ സന്തോഷം പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചൊക്കെ അറിയാനല്ല. ദൈവം സൃഷ്ടിച്ചത് അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുവിടാനല്ല, അങ്ങോട്ട് ഇങ്ങോട്ട് സ്വത്ത് ഭാഗം വെച്ചിട്ട് കോടതിയിൽ കേസ് കൊടുക്കാനല്ല. എന്റെ സ്വത്താണ്, നിന്റെ സ്വത്താണ്, നിന്റെ അമ്മയുടെ സ്വത്താണ്, നിന്റെ അപ്പൻ്റെ എന്തൊക്കെയാ നടക്കണേ. ഇപ്പൊ എന്താ പത്രത്തിൽ എന്താന്നറിയാ? സ്വന്തം ഭാര്യേനെയും മോളെയും കാറിലിട്ട് അങ്ങടെ കത്തിച്ചു. പത്രത്തിൽ വന്ന കാര്യം പറയണേ ഞാൻ. എന്നിട്ട് ആ കുടുംബത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണേ. സ്വന്തം അനുജനെ കുഴികുത്തി ജീവനോട് കുഴിച്ചു മൂടുക, ഇതൊക്കെയാണ് ഈ കുടുംബം. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കി, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നല്ല. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കണതേ ഈ ലോകത്തിലെ ആരുടെയും ഔദാര്യം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ഈ ശ്വാസം ഉണ്ടല്ല, അത് ദൈവം തരുന്നതാ. ചോറും കറിയൊക്കെ വീട്ടിലെല്ലാവരും വെച്ച് തരും, പക്ഷെ ഈ ശ്വാസം ഇല്ലെങ്കിലോ? അപ്പൊ ദൈവത്തിന്റെ ഈ കൃപ അത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം. ആദ്യഹവയുടെ സന്തോഷം പോയതെപ്പോഴാ? അവർ ദൈവത്തെ മറന്നു. ഹവ്വ മറന്നു, ആദോ മറന്നു. പിന്നെ അവർക്കൊരു സ്വസ്ഥയില്ല. അയ്യോ, എനിക്ക് നാണാവണല്ലോ, ഡ്രസ്സില്ലല്ലോ എന്നൊക്കെ ഓട്ടം കൊണ്ട് ഓട്ടം. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലും വഴക്കും. നീയല്ലേ ഓരോ സാധനം തന്നിട്ട് മനുഷ്യന്റെ സമാധാനം കളയണ്? ആര്? ആദം. ആരോട്? ഹവ്വയോട്. അപ്പൊ ഹവ്വ, ഞാൻ തന്ന തനിക്ക് തിന്നണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ പലതും തരും, താനെതിനെ തിന്നേ. ഇങ്ങനൊരു പ്രശ്നം ആ വീട്ടിലുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഏത് വീട്ടിലെ? ആദ്യ ഹവ്വയുടെ വീട്ടില്. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് പോകരുത്.
കേട്ടാ. ആ കുടുംബത്തിലെ പ്രശ്നം എപ്പോഴും തുടങ്ങിയ പ്രിയമുള്ളവര്, ആദ്യം നല്ല സന്തോഷമായിട്ട് സ്നേഹമായിട്ട് കഴിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ കുടുംബം പിറ്റേ ദിവസം തന്നെ തല്ലൂട്ടം തുടങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ചാൻ ഉണ്ടാവാൻ സാധ്യതയില്ല. കുറെ കഴിഞ്ഞപ്പോ തുടങ്ങി, നീയാണ് പ്രശ്നം. അപ്പൊ ഞാനല്ല, നിങ്ങളാണ് പ്രശ്നം. ഇതല്ല പ്രശ്നം. രണ്ടു കൂട്ടര് പ്രശ്നം എന്താ? ആദം പറയാ, നീയല്ല ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പൊ നമ്മൾ പരിധിസേന്ന് ഔട്ടായില്ലേ? ആരാ കാരണം? നീയല്ലത് തിന്നത്, ഞാൻ തിന്നു. നീയല്ല എന്നെ തീറ്റിച്ചത്, തീറ്റിക്കേ ഞാൻ തന്നപ്പോ താൻ ഭാര്യ തിന്നിട്ട് പിന്നെ എന്നെ കുറ്റം പറയാൻ നിൽക്കുക. നീ എന്റെ ഭാര്യയല്ലേ, നത്താ ഞാൻ തിന്നില്ലേ? ഞാൻ പലതും തരും, തന്നോട് തിന്ന പറഞ്ഞേ. അന്ന് മുതൽ രണ്ടു കൂട്ടരും തമ്മില് ഐക്യമില്ല. ആര് തമ്മില്? ആദ്യം ഹവയും തമ്മില്. ഞങ്ങളുടെ കാര്യമല്ല, അത് പോയി. അന്ന് തൊട്ട് ആ കുടുംബത്തിന്റെ അവസ്ഥകൾ ആലോചിക്കാൻ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുടെ പേരെന്താ? കായല്. അരമോൻ. ഇയാളെ അരമോൻ. ഒരപ്പന്റെ കഥ കേട്ടിട്ടുണ്ട്. ഒരപ്പൻ്റെ അമ്മയും രണ്ട് മക്കളും കൂടെ യാത്ര ചെയ്യണം. പുഴയിലാ തോണിയിലാ യാത്ര. അപ്പൊ ഈ മൂത്ത ചെക്കൻ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതിനാണ്. മൂത്തല്ലേ, തല തെറിച്ചതാന്നൊക്കെ പറയും. ആദ്യത്തെ കുട്ടീനെ അങ്ങനെ പറയണേ ആൾക്കാര്. നല്ല കുട്ടികളൊക്കെയാണ് കേട്ടോ, ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞു മാത്രം. ആദ്യം ഉണ്ടാവുന്നത് എന്ത് പൊട്ടന്ന, മറ്റേ കടും പൊട്ടന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ആദ്യം ഉണ്ടായതല്ലേ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ പറയരുത് കേട്ടാ. ഇരിക്കണ ആൾക്കാരൊക്കെ അച്ഛോ ഇല്ല, ഞാൻ വെറുതെ ആൾക്കാർ പറയാണ്. ആദ്യം ഉണ്ടായി കുട്ടിയാ. ആര്? കായലേട്ടൻ. ഈ കായലേട്ടന് എന്തോ ഒരു കുറവ്. ഈ അപ്പനമ്മയിന്ന് ആദ്യം ഉണ്ടായതാട്ടാ. ഇവര് തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല ശണ്ടേട്ടാ. ജഗട അങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര ജഗട. കുട്ടി ഉണ്ടായതോ കായല്. അവന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കും? കുടുംബണ് എന്തൊരു സന്തോഷായിട്ട് പറുദീസം മുഴുവൻ കൊടുത്താണ്. അന്ന് കാലത്ത് സ്വത്ത് തർക്കണ്ട ഇല്ല. കാരണം എന്താ? വേലി മതിലൊന്നും ഇല്ലല്ലോ, ലോകം മുഴുവൻ അവരുടെ അല്ലേ, പ്രശ്നമില്ല. അന്നത്തെ കുടുംബത്തില് എന്റെ അപ്പന്റെ സ്വത്ത് നിന്റെ അപ്പന്റെ സ്വത്ത് പ്രശ്നമില്ല. പിന്നെ വെല്ലിപ്പൻ ചാരായം കുടിച്ചു വന്നിട്ട് വഴക്കുണ്ടാക്കണ പ്രശ്നം പറുദീസയിൽ ഉണ്ടായിരുന്നോ? ഇല്ല. എന്താ കാരണം? ചാരായം കണ്ടുപിടിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നമില്ല. ലോൺ അടച്ചിട്ടില്ല, അതിന്റെ പ്രശ്നമുണ്ടോ? അന്ന് ബാങ്കില്ല. ഒരു പ്രശ്നമില്ല. പിന്നെ ആരത് ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ. സഭാപ്രസംഗന്റെ പുസ്തകത്തിലെ 7:29 പറയുന്ന ഒരു വചനം കൂടെ അച്ഛൻ പറയാം. എന്താണെന്നറിയോ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സരള ഹൃദയനായിട്ടാണ്. എന്ത് ഹൃദയൻ പറഞ്ഞോ? സരള ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സിലായ? ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു കഠിന ഹൃദയനല്ല, സരള ഹൃദയനായിട്ടാണ്. എന്നിട്ട് അതിൽ പറയുന്നറിയോ? എന്നാൽ ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, സങ്കീർണ പ്രശ്നങ്ങൾക്ക് കാരണം അവൻ തന്നെയാണ്, ദൈവമല്ല. അവൻ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ആ കുടുംബത്തിലുള്ളവരാണ് പ്രിയമുള്ളവരെ, പുറത്തുള്ളവരല്ല. അങ്ങനെ കായലുണ്ടായി. കുടുംബം പറഞ്ഞുകൊണ്ട് കുടുംബത്തെ കുറിച്ച് പറയണേ ഞാൻ. കായലുണ്ടായി. എന്റെ സ്വഭാവം എന്താ? അപ്പോഴേക്ക് രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ പേരെന്താ? ആബേല്. ആ ചെക്കൻ നല്ല ചെക്കനല്ലേ? എന്താ പ്രശ്നം? ആ ചെക്കൻ നല്ലതാണ്. ഇത് വീട്ടിൽ സൂക്ഷിച്ചോളോ. ഏതെങ്കിലും രണ്ട് കുട്ടികളുണ്ട്, ഒരു കുട്ടീനെ മാത്രം അവൻ നല്ല കുട്ടിയാന്ന് പറയുമ്പോൾ മറ്റേ കുട്ടീനൊന്ന് ശ്രദ്ധിച്ചോ, അവൻ എവിടേക്കാ ലുക്ക് വെക്കണേ എന്നുള്ളത്. ഇവൻ നല്ല കുട്ടിയാണെന്ന് 10 പ്രാവശ്യം പറയുമ്പോ മറ്റോൻ, നീയാണ് നല്ല കുട്ടികളെ, നിനക്കുള്ള പണി ഞാൻ തരാം. അങ്ങനെയാണ് കായയിലെ ആബേല് 10 പ്രാവശ്യം പറഞ്ഞപ്പോ ഇവൻ, അങ്ങനെ നീ അങ്ങനെ നല്ലവനാവണ്ട. ആരാ മോൻ? കായയില്. ജഗട ഭാര്യയും ഭർത്താവും ജഗട. ആദ്യത്തെ മോൻ എന്തുട്ടാ ചെയ്തവൻ? കുടുംബയുടെ കഥയെ പറയണേട്ടാ, കുടുംബകഥയാണ് പറയണേ. ഇന്ന് കാണില്ലേ നിങ്ങള്? ഭാര്യനും കാറിലിട്ട് കത്തിക്കുക, എന്നിട്ട് തൂങ്ങിച്ചാവുക, ബക്കറ്റില് മുക്കിക്കൊല്ലുക. അമ്മ ഇതെന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ എന്തിനാണ് ജീവിക്കണേന്ന് നമുക്കറിയണില്ല. അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്തത് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ഒരു ദിവസം എത്ര പേരെ കൊല്ലുണ്ടെന്നറിയോ നിങ്ങൾക്ക്? ഒരു ഒറ്റ ദിവസം. ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്
സാധാരണ രീതിയിൽ നമ്മൾ മരിക്ക് ദൈവമക്കളിലേക്ക് പോകും. പക്ഷേ ദൈവത്തിനെ ധിക്കരിച്ചിട്ട് ഒരു ദിവസം എത്ര പേര് സ്വന്തം ബന്ധങ്ങളെ ഭർത്താവിന് വെട്ടി നുറുക്കി ടാങ്കിലാക്കുന്നു, ഭാര്യയ്ക്ക് മറ്റേ സാധനം ഏത് ഉത്തര ഏത് സ്നേഹിച്ചിട്ടേ കൂടെ ഒരാളെ ഡൈവോഴ്സിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. എനിക്ക് നിന്നെ വേണ്ട, എനിക്കും വേണ്ട. ഉടനടി ഞാൻ പോണ ഇവിടെ ആ കാലും കഴുകാം വന്നിട്ടുള്ളൂ, ആ കാലും കഴുകാം, 2 കാലും കഴുകി. ഞാൻ പറഞ്ഞു എന്തെന്നറിയോ, പെസവ്യാഴ്ച കാല് കഴുകിയിട്ട് 12 കുട്ടികളെ വെച്ചിട്ട് ഒരു കുട്ടി വന്നിട്ടില്ല, ഒരു ട്രയല് നോക്കാനായിട്ട് വന്നിട്ട് ഇങ്ങനെ വിളിക്ക്, അല്ല അച്ഛാ അപ്പൊ അത് അവന്റെ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്താ വരാത്ത തുടങ്ങുന്ന പിള്ളേർ 2 മണിക്കൂർ പിള്ളേർ കാത്തത്, ഈ ചെറുക്കം വന്നില്ല. പിറ്റേ ദിവസം അവൻ വന്നു, കുറേ ലേറ്റായിട്ട് വന്നു, കാലൊക്കെ കഴുകി. ദുഃഖ വെള്ളിയാഴ്ച ഒരു ചേട്ടനോട് പറയും, അജോ ആ കുട്ടി എന്താ വരാത്തെന്നറിയോ? എന്താ വരാഞ്ഞ്? അവന്റെ അമ്മ കാലത്ത് പോയതാ, വീട്ടിൽ വന്നിട്ടില്ലേ. അപ്പനും നാട്ടുകാരൊക്കെ അമ്മേനെ അന്വേഷിച്ച് നടക്കുക. എറണാകുളത്തുള്ള ഒരാളുടെ കൂടെ അവള് പോയി. എൻ്റെ ഇടവകയിൽ നടന്ന കാര്യം ഞാൻ പറയണത്. എന്തിനാ മാതാപിതാക്കളെ ആരുടെ കൂടെ പോയിട്ട് എന്തിട്ട് അവിടെ വല്ല പാൽ പൈസ ഉണ്ടാ? അവിടെ നിനക്ക് എന്ത് കിട്ടാനാ പോണത്? പ്രിയമുള്ളവരെ, ആ 2 കുട്ടികള് ഇന്ന് അമ്മയില്ല. ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് ദുഃഖ വെള്ളിയാഴ്ച നടന്ന കാര്യം എൻ്റെ ഇടവലത്തെ കാര്യമാണ് പറയണേ. ലൈവ് ടെലകാസ്റ്റ് പറയണത് 12 വർഷം മുമ്പ് നല്ല പറയണേ. ഞാൻ കുടുംബണി പറയണേ. 2 മക്കള് 12ഉം 13 വയസ്സുള്ള കുട്ടികളെ ഇട്ടിട്ട് എറണാകുളത്ത് ഒരു ചെറുക്കൻ്റെ കൂടെ പോയി. ഇത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അന്വേഷിച്ച് 2 കൂട്ടരെയും കൊണ്ടുവന്നു. ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ പറഞ്ഞു എന്താ ഇടയെന്ന് വെച്ചപ്പോൾ അവള് വന്നു. അവള് പറഞ്ഞു, എനിക്ക് ഇയാളുടെ കൂടെ പോകാനാ ഇഷ്ടം, ഒറ്റപ്പോക്ക്. 2 കുട്ടികൾ അനാഥം. എൻ്റെ മാതാപിതാക്കളെ എന്തൊട്ടി കാണിക്കണേ? ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പോകും. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നമ്മുടെ കൂടെ വരില്ല കേട്ടാ. കൂടെ താമസിച്ച ഭർത്താവല്ല, ഭാര്യയല്ല, മക്കളല്ല. അത് ഈ ലോകത്തിന് വേണ്ടി ദൈവം തന്നൊരു സംവിധാനമാണ് സന്തോഷമായിട്ട് ജീവിക്കാൻ. പോകുമ്പോ ആരും കൂടെ വരില്ല. നിന്റെ സ്നേഹമുള്ള ഭാര്യയും വരില്ല, ഭർത്താവും വരില്ല, കുട്ടികളും വരില്ല, നാത്തൂനും വരില്ല. നാത്തൂൻ പിന്നെ വരില്ല. മനസ്സിലായിണ്ട? ഒരാളും നമ്മുടെ കൂടെ വരില്ല. ഈ ലോകത്തിലെ എന്താണ് നമ്മുടെ സന്തോഷം ഇല്ലായ്മയുടെ കാരണം എന്നറിയും? ഇവരൊന്നും ഇല്ലാണ്ടല്ല, തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്, ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യമില്ല പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവ് മനുഷ്യന്റെ വേദന കണ്ടിട്ട്, കാരണം അവന് വിശ്വസിക്കാനായിട്ട് ആരുമില്ല. ഹവ്വയ്ക്ക് ആദത്തെ വിശ്വാസമില്ല, ആദത്തിന് ഹവ്വന് വിശ്വാസമില്ല. അപ്പോഴാണ് തന്റെ പുത്രനെ അയച്ചിട്ട് പറഞ്ഞു, എന്റെ മകനെ വിശ്വസിക്കും നിങ്ങൾ, എന്റെ മകനെ വിശ്വസിക്കുക, എന്റെ ഏകജാതനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്. എന്റെ മോനെങ്കിലും നിങ്ങൾ വിശ്വസിക്കൂ. വിശ്വസിച്ചാൽ നീ നിത്യജീവൻ പ്രാപിക്കും. പ്രിയമുള്ള, എത്ര ലളിതമായിട്ട കർത്താവ് വന്നിട്ട് നമ്മളെ പഠിപ്പിച്ചെന്നറിയോ? ഒറ്റ പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ. അതെന്നിട്ട് പറഞ്ഞേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ, അപ്പോഴും ഒരു കുടുംബമാണ്. പ്രിയമുള്ളവർ, ഈ ലോകത്തിലെ ഏത് മതവിശ്വാസികളായിക്കോട്ടെ, തമ്പുരാൻ അവരൊക്കെ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, ഇത് കുരുടനായിക്കോട്ടെ. ഇപ്പൊ ഞാൻ വരുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിലെ ഫ്ലോറിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വരണേ. അവിടെ 1 കോടിയിൽ പങ്കെടുത്ത 250 പേരുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു കാലത്ത്. അതാണ് ലേറ്റ് ആയത് ഒരു പ്രോഗ്രാമിന്. അപ്പൊ അവിടെ 250 പേര് വന്നിട്ടുണ്ട് 1 കോടിയിൽ പങ്കെടുത്ത. ഞാൻ 1 കോടിയിൽ പങ്കെടുത്തു. അവിടെ വന്നപ്പോ അവിടെ ഒരു സുഗണനാന്ന് തോണ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. കരീം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ശ്രീകണ്ഠനാര്യനെ 2 കണ്ണുമില്ല, 2 കണ്ണും മാഫിയക്കാര് ചെറുപ്പത്തിലെ 4 വയസ്സുള്ള 5 വയസ്സുള്ള കൊണ്ടുപോയി കുത്തി തുറന്ന് കളഞ്ഞു 2 കണ്ണ്.
5-6 വർഷം കഴിഞ്ഞിട്ട് പോലീസിന്റെ ഇടപെടൽ കൊണ്ട് അതിൽ നിന്ന് അവൻ 2 കണ്ണില്ലാത്ത ഈ ഓടി ഇതിൽ വന്നിട്ട് ശ്രീകണ്ഠനാര് പറഞ്ഞു, നിങ്ങൾ ആരുടെയെങ്കിലും കുട്ടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത് കരീമാണ് നിങ്ങൾ പേരിട്ടിട്ടുള്ളത്, പിന്നെ അവൻ്റെ അപ്പനും അമ്മേനെയും അറിയണമെന്നുണ്ട്. മുതിർന്നവനും വന്നിട്ട് ചോദിക്കുകയാണ്, ആരെങ്കിലും വന്നോ? അപ്പൊ പറഞ്ഞു, ഒരു കൂട്ടർ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ചേട്ടൻ്റെ ചായ ഉണ്ട്. ഈ കരിയും പറയാ, ഞാൻ 4 വയസ്സിൽ പോയതാ, ഇവരുടെ ശബ്ദം എനിക്കറിയില്ല, ഞാൻ അവരെ കണ്ടത് ഓർമ്മയില്ല, ഇപ്പൊ എനിക്ക് കാണാനും പറ്റില്ല, ഇതാരാണ് എൻ്റെ മുമ്പിൽ നിൽക്കണത്, എൻ്റെ ചേട്ടനാണോ അപ്പനാണോ അമ്മയാണോ എന്ന് എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇങ്ങനെ കണ്ണും മൂക്കും കൈയും കാലും കിഡ്നിയും ഒക്കെ കൂടിക്കൊണ്ട് നടക്കുക. മനുഷ്യരൊക്കെ, ആ മനുഷ്യൻ പറഞ്ഞില്ലേ, ആ മനുഷ്യന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. നമ്മൾ വലിയൊരു കുടുംബമാണ്, കുടുംബ സംഗമമല്ലേ. യേശു ക്രിസ്തു മരിക്കാൻ കിടക്കുമ്പോ തൊട്ടടുത്തൊരാൾ കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ജാതി ഏതാന്ന് എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്ക് അറിയെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നോളൂട്ടോ. അയാളുടെ പേര് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, കള്ളൻ. ഇപ്പുറത്തൊരു വാക്കുണ്ട്, എന്ത് ഓ പറയപ്പാ, നല്ല കള്ളൻ. കള്ളന്മാരിലും ഉണ്ട് നല്ല കള്ളൻ. നല്ല കള്ളൻ അവനെയാണ് കർത്താവ് പറഞ്ഞത്, മോനെ എന്റെ കൂടെയാടാ. അതാണ് ആവശ്യം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാം? നമ്മളെ അറിയുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പോ നമ്മുടെ എം പിനെ അറിയുന്ന കുറെ മനുഷ്യരുണ്ടാകും. പക്ഷെ ആന്റണി MP എന്ന ആൾക്ക് അറിയുന്നവരെയല്ല ആവശ്യം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകണം. അതാണ് മനുഷ്യൻ ആവശ്യം. അല്ലാണ്ട് എന്നെ എല്ലാവർക്കും അറിയാം. എന്താ കാര്യം? KPC ലളിതനെ എല്ലാവർക്കും അറിയാം. എന്താ കാര്യം? അസുഖമായിട്ട് കിടന്നിട്ട് കിഡ്നി പോയപ്പോ മനസ്സിലാക്കുന്നവരുണ്ടോ കുടുംബത്തിൽ? നിങ്ങൾ കുടുംബത്തിലുള്ളവരിൽ ഇരിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ, നിങ്ങളുടെ തെറ്റും കുറ്റവും നല്ലതൊക്കെ തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ സ്വാതന്ത്ര്യമുള്ള ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് ഉറപ്പുള്ളവരെ കൈവന്തിച്ച് എല്ലാവരും കൈതാത്തിയ. മനസ്സിലായില്ല? താത്ത് എവിടെ പൊന്തിയിട്ട് വേണ്ടേ താത്താൻ? മനസ്സിലായത്? ഈ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് ചോറും കൂട്ടാനൊക്കെ വെച്ച് കൂർക്കൊക്കെ വെച്ചിട്ട് കഴിക്കും, അതൊക്കെ വേറെ പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം തുറന്ന് പങ്കുവെക്കാനല്ലേ ഒരു കുടുംബത്തില് ഭർത്താവെന്നും ഭാര്യയെന്നും മക്കളെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. വെക്കോ എന്ത് എരിച്ചുകൂട്ടാൻ വെക്കോ? പ്രിയമുള്ളവരെ, കർത്താവ് അതാണ് പറഞ്ഞത്. ഈ ലോകത്തിലെ മനുഷ്യന്റെ ഏകാന്തത, ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യനെ തേടിയിട്ടാണ് ഞാൻ ഈ ലോകത്ത് വന്നതെന്ന് ക്രിസ്തു വെറുതെ പറഞ്ഞതല്ല. ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ, ധൂർത്തുപുത്രന്റെ ഉപമ കർത്താവ് വെറുതെ പറഞ്ഞല്ല. ആ വീട്ടിലെ കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ പോയി. ആ അപ്പന്റെ വേദന എന്താ? അപ്പൻ കാത്തിരിക്കുക. യേശു എന്തിനു പറഞ്ഞെന്നറിയോ? പ്രിയമുള്ളവരെ, ദൈവത്തിൽ അകന്നു പോയാൽ ദൈവം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. സ്നേഹമാണ് ദൈവം. സ്നേഹമാണ് അഖിലസാരം, സ്നേഹമാണതിനാധാരം, സ്നേഹമാണ് ജീവിതത്തെ സ്നിഗ്ധമാക്കും ദൈവദാനം,
സ്നേഹമാണഖിലസാരം. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടേ ഒരാളെ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വികാരം തോന്നുക? നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് വികാരം, ഒരു മനുഷ്യൻ. എന്നാൽ ദൈവം നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഐ ലവ് യു, അത് മോഹൻലാൽ പറഞ്ഞ പോലെയായില്ലോ. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ മുഖത്തു നിന്ന് കേൾക്കാൻ ഭാഗ്യമുണ്ടാകണം. തമ്പുരാന്റെ മുഖത്ത് നിന്ന് ചോദിച്ചു കർത്താവ് പത്രോസിനോട്, പത്രോസ്, എന്താ കർത്താവേ, എന്നെ സ്നേഹിക്കണ്ടേ? അല്ല, നീ പത്രാസ് കളഞ്ഞിട്ട് പത്രോസ് പറ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട? അപ്പോ പത്രോസ് പിന്നെ ഞാൻ സ്നേഹിക്കണ്ടല്ലോ. മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി പറയടാ, നീ എന്നെ സ്നേഹിക്കണ്ടേ? അല്ല പിന്നെ ഇല്ലേ? ഉണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു പത്രോസ്. 3 പ്രാവശ്യേ? ഏത് 3 ദിവസം മുമ്പേ? 3 പ്രാവശ്യേ? എനിക്ക് എന്ത്, ഏത്, യേശു, ആരാ, എപ്പോഴാ, ഏതാ ആളോടാണ് ചോദിക്കണേ? പത്രോസേ, സത്യം പറയടാ, ശരിക്ക് പറ, സ്നേഹിക്കണം. ഒറ്റ കരച്ചിലാണ് പത്രോസ്. അപ്പൊ യോഹന്നാന്റെ അന്തര്, എന്തിന്റെ പത്രോസ് നീ കരയണേ? കാരണം അവരൊന്നും അറിഞ്ഞിട്ടില്ല. ഏത് അറിഞ്ഞിട്ടില്ല. പത്രോസ്, നീ എന്തിനാ കരയണേ, സ്നേഹിക്കണെന്ന് ചോദിക്കുമ്പോ അതല്ല, ഏതല്ല, അതല്ല, നീ എന്തിനീ കരയണേ? കർത്താവ് നിന്നോട് ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, വൺ വേർഡ് അല്ലേ, എസ് ഒന്നല്ലല്ലോ ചോദിച്ചത്. എന്താ ചോദിച്ചത്? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യെസ് എന്ന് പറഞ്ഞുവിടറാ. പത്രോസൂര ആലറിക്കറിഞ്ഞിട്ടൊരു പറച്ചിലാണ്, നിങ്ങൾക്കൊന്നും അറിയാത്ത കുറെ കാര്യങ്ങൾ എന്റെ ഉള്ളിലുണ്ട്. അതെന്താ? ഞാൻ 3 ദിവസം മുമ്പ് യേശു ക്രിസ്തുവിനെ അറിയില്ല പറഞ്ഞിട്ടുള്ള ആളാണ്. പത്രോസേ, ഞാൻ പറഞ്ഞു പോയിണ്ട്. അപ്പൊ കർത്താവ് വന്നിട്ട്, എനിക്കറിയണേ? അല്ല, അതങ്ങനെ. അപ്പൊ ആ പെണ്ണ്, ഏത് പെണ്ണ്? നീ ഒന്നും മിണ്ടായിരുന്നേ. എനിക്ക് നിന്നറിയാം. മനസ്സിലാവണ്ട? എനിക്ക് നിന്നെ അറിയാം. നീ തള്ളിപ്പറഞ്ഞെങ്കിലും നിന്റെ മനസ്സെനിക്കറിയാടാ പത്രോസേ. ലോകം നിന്നെ പറയും, യേശുവിനെ തള്ളി പറഞ്ഞവൻ ആണ് കേട്ടോ. ഞാൻ പറയും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പിടിച്ചേ നീ. ഏത് താക്കോല്? എന്ത്? സ്വർഗത്തിന്റെ. എന്റെ കയ്യിലോ? ഞാൻ തള്ളി പറഞ്ഞു. എന്റെ മനസ്സെനിക്കറിയും. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഇന്ന് പോയിട്ടേ നിങ്ങളുടെ ഭർത്താവിനോട് ഒന്ന് ചോദിക്കും, എന്തെന്ന്? അല്ല, അച്ഛൻ പറഞ്ഞു, എന്ത്? നിങ്ങൾ എന്നെ സ്നേഹിക്കണുണ്ടാ എന്ന് ചോദിച്ചു നോക്കി. വേണമെങ്കിൽ ഒരു രസത്തിന് ചോദിച്ചു നോക്കിക്കോളൂ. അല്ലെ, കുഴപ്പമില്ലല്ലോ അച്ഛാ, ചോദിച്ചോട്ടെ. വീട്ടിൽ ചെന്നിട്ടേ എന്നെ സ്നേഹിക്കണുണ്ടോ 3 പ്രാവശ്യം ചോദിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ആലോചിച്ചോളാം. ചിലപ്പോൾ 1 പ്രാവശ്യം ചോദിക്കാൻ പറ്റുള്ളൂ. എന്തേ? ഉത്തരം പെട്ടെന്ന് കിട്ടും. തിരിച്ചങ്ങട് ചോദിക്കുക. ഭർത്താവ്, ഇത് കുടുംബ സദസ്സായോണ്ട് പറഞ്ഞതാട്ടാ ഞാൻ. ഭർത്താവ് ഭാര്യയോട് ഇന്ന് ചോദിക്കുക, രഹസ്യമ്മ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, ശരിക്കും നീ എന്നെ സ്നേഹിക്കണ്ടേ ഒന്ന് ചോദിച്ചു നോക്കിയാ പ്രിയം. ആ ഐക്യം ഉണ്ടല്ലോ, ആ ഐക്യം, അതാണ് ഇന്ന് കുടുംബത്തിലില്ലാത്ത. മാതാപിതാക്കളെ, ദൈവത്തിൽ ഒന്നാകുന്നതാണ് ജീവിതം. നിങ്ങൾ 2 പേര് സ്നേഹിച്ചതിന്റെ പേരിൽ സ്വർഗം ഉണ്ടാവില്ല. നമ്മുടെ വിചാരം ഐ ലവ് യു, യു ലവ് മീ, ആമേൻ, ആമേൻ. ഒന്നും ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, നീ നിന്റെ ഭർത്താവിനെ സ്നേഹിച്ചു, ഭർത്താവ് നിന്നെ സ്നേഹിച്ചു. സ്നേഹിച്ചറാൻ തോണിയേ, അതിനിപ്പോ ഞാനെന്താ വേണ്ടേ? മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവരെ ഒന്നിപ്പിക്കുന്നത് തന്റെ സ്നേഹത്തിലാണ്. ആ സ്നേഹം ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് പോയി. ഭാര്യനെ വേണ്ട,
ഭർത്താവിനൊന്നും വേണ്ട, ഒരു സാധനം ഒന്നിനും കൊള്ളില്ല. നിങ്ങൾക്കറിയോ, ഈ കോവിഡ് കാലത്തെ കേരളത്തിലെ 340ഓളം അഗതി മന്ദിരങ്ങളിലെ എല്ലാ 1-ാം തീയതി ബിരിയാണി കൊണ്ടെത്തിയില്ലായിരുന്നു. എല്ലാ അഗതി മന്ദിരങ്ങളും ഏവറേജ് ഒരു 100 പേരെങ്കിലും അഗതി മന്ദിരങ്ങളിലുള്ള ഒരു 300എങ്കിലും അഗതി മന്ദിരങ്ങൾ. പുവർ ഹോംസ്, ആർക്കും വേണ്ടാത്തവർ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, എത്ര പേര്? 3 ലക്ഷത്തോളം പേര്. അത് പുവർ ഹോംസ്. അവരൊക്കെ അപ്പനമ്മയായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഇട്ട. അനാഥശാലകളെ കൂട്ടിയിട്ടില്ല. അതുകൂടി കൂട്ടിയാൽ ഈ കേരളത്തില് കുടുംബത്തിൽ ജനിച്ച മക്കൾ, കുടുംബത്തിന്റെ അപ്പനായിരുന്ന അമ്മയായിരുന്ന സ്ത്രീയും പുരുഷനും അഗതി മന്ദിരങ്ങളില് ഒരു 6-7 ലക്ഷം പേരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എങ്ങനെയാ പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സന്തോഷമുണ്ട്? കൂട്ടായിട്ടിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് കരയാ, എന്റെ മോന് എന്ന് വരിക, എന്റെ ഭർത്താവിന് എന്നെ വേണ്ട, എന്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട. എന്താ മാതാപിതാക്കൾ? സുഖവും ദുഃഖവും പങ്കിട്ട് തമ്പുരാനിൽ ആശ്രയിച്ച് മരണം വരെ ജീവിച്ചിരുന്ന എത്ര മാതാപിതാക്കൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം ഭാര്യനെ സ്നേഹിക്കലും ഭർത്താവിനെ സ്നേഹിക്കലും കുട്ടികളെ വളർത്തലല്ല. തമ്പുരാൻ തന്നെ ഏൽപ്പിച്ച ജോലി മരണം വരെ ചെയ്തു തീർക്കുന്നതിന്റെ സമ്മാനം കർത്താവാണ് തരുന്നത് എന്നുള്ള ബോധ്യമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചെയ്ത്